സ്വാഗതം നാട്ടറിഞ്ഞിലേക്ക്. ഗ്രാമീണ കലകളും ഗ്രാമകാഴ്ചകളും തേടിയുള്ള നാട്ടറിഞ്ഞിന്റെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ കിഴക്കൻ പ്രവിശ്യകളിലാണ്. പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ മാത്രം കാണപ്പെടുന്ന കണ്യാർകളി എന്ന കലാരൂപമാണ് ഇന്ന് നാട്ടറിഞ്ഞിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നായർ സമുദായ അംഗങ്ങളുടെ അനുഷ്ഠാന കലയാണ് കണ്യാർകളി. മേടമാസത്തിലാണ് കണ്യാർകളി പ്രധാനമായും അരങ്ങേറുന്നത്. വിഷു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിൽ കണ്യാർകളി അവതരിപ്പിക്കും. ഭഗവതി ക്ഷേത്രങ്ങളിലെ പ്രത്യേകം തയ്യാറാക്കിയ കണ്യാർകളി പന്തലിലാണ് കണ്യാർകളി നടക്കുന്നത്. കാണാം കണ്യാർകളിയുടെ കൂടുതൽ വർണ്ണ കാഴ്ചകൾ. പാലക്കാട് ജില്ലയിലെ നായർ സമുദായത്തിന്റെ ഒരു അനുഷ്ഠാന കലയാണ് കണ്യാർകളി. പാലക്കാട് ജില്ലയിൽ മാത്രം പ്രചാരമുള്ള ഒരു കലാരൂപമാണിത്. എല്ലാ കൊല്ലവും മേടമാസത്തിലാണ് കണ്യാർകളി നടക്കാറുള്ളത്. വിഷു കഴിഞ്ഞ ശേഷം ആഴ്ചപ്പാങ്ങും നാളും നോക്കിയിട്ടേ കളി കുമ്പിടാറുള്ളൂ. കളി അവസാനിപ്പിക്കുന്നതിനും പ്രത്യേക ദിവസങ്ങളുണ്ട്. ഉർവര ആരാധനാപരമാണ് കണ്യാർകളി. ഭഗവതി ക്ഷേത്രങ്ങളിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ വെച്ചാണ് കളിക്കുന്നത്. വിളക്കിന് ചുറ്റുമായി പാടിക്കൊണ്ടാണ് കളി. ചിലയിടങ്ങളിൽ 3 ചിലയിടങ്ങളിൽ 4 ദിവസങ്ങളിലായിട്ടാണ് ഇത് നടത്തി വരുന്നത്. ഈ നാടൻ കല താണ്ഡവത്തിന്റെയും ലാസ്യത്തിന്റെയും രസങ്ങൾ ഉൾക്കൊള്ളുന്നു. പരദേവതകളുടെ പ്രീതിക്ക് വേണ്ടി ഉത്സവങ്ങളോടനുബന്ധിച്ച് ക്ഷേത്രങ്ങളിലോ പരിസരങ്ങളിലോ ആണ് ഇത് നടത്തുന്നത്. ചെണ്ട, മദ്ദളം, ചേങ്ങില, കുറുങ്കുഴൽ, ഇലത്താളം തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നു. ക്ഷേത്രത്തിലെ വെളിച്ചപ്പാട് ആദ്യവും ശേഷം കളിയാശാനും പന്തലിൽ പ്രവേശിക്കുന്നു. ദ്രുതം, അതിദ്രുത, ഇടമട്ട് എന്നിവയാണ് പ്രധാന കലാശങ്ങൾ. പൊറോട്ട് കളിയിൽ കൊടിച്ചിമാരായി സ്ത്രീവേഷം കെട്ടി നിൽക്കുന്ന നർത്തകർ വട്ടക്കളി, പൊറോട്ടുകളി എന്നിങ്ങനെ 2 തരം കളികളുണ്ട്. ഈശ്വരപ്രീതിക്കായുള്ള അനുഷ്ഠാന കലയാണ് വട്ടക്കളി എങ്കിൽ നാടോടി നാടക അവതരണമാണ് പൊറോട്ടുകളി. വട്ടക്കളിക്ക് ഗ്രാമത്തിലെ എല്ലാ പ്രായത്തിലുമുള്ളവർ ഒന്നിച്ച് ആവേശപൂർവ്വം പാടി ചുവട് വെച്ച് കളിപ്പന്തലിലേക്ക് കടന്നുവരും.
ഇവരെ നയിച്ചുകൊണ്ട് പള്ളിവാളും ഒറ്റച്ചിലമ്പും കയ്യിലേന്തി വെളിച്ചപ്പാടും ഉണ്ടായിരിക്കും. 3 തവണ പ്രദക്ഷിണം വെച്ച് കരക്കാർ പൊറോട്ട് വേഷക്കാർക്കു വേണ്ടി കളിപ്പന്തൽ ഒഴിഞ്ഞു കൊടുക്കുന്നു. 1-ാം കളി ആണ്ടിക്കുത്ത്. ഇതിൽ ഗണപതി സരസ്വതി സ്തുതികളും ശേഷം സുബ്രഹ്മണ്യ ഭക്തരായ ആണ്ടികൾ ഭിക്ഷാടനത്തിനായി വരുന്ന ഭാഗവും അവതരിപ്പിക്കുന്നു. 2-ാം ദിവസത്തെ കളി ദേവാന്തം, തത്വചിന്ത എന്നിവ ഉൾക്കൊള്ളിച്ച് തിരുവള്ളുവരുടെ ജ്ഞാനോപദേശങ്ങൾ അവതരിപ്പിക്കുന്നതിനാൽ വള്ളോൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. 3-ാം ദിവസത്തെ കളി മലമ എന്നും അറിയപ്പെടുന്നു. ക്ഷേത്രത്തിനു മുന്നിൽ കൊട്ടിയുണ്ടാക്കുന്ന 9 കാൽ പന്തലിലാണ് കളി നടക്കുന്നത്. കുരുത്തോല, മാവില, കണിക്കൊന്ന തുടങ്ങിയ ഉപയോഗിച്ച് പന്തൽ അലങ്കരിക്കുന്നു. പന്തലിനു മുകളിൽ 102 നിരത്തിട്ട് പരമ്പുകളിട്ട് മൂടുന്നു. കുരിശ്ശേരി കുമ്മാട്ടി ഉത്സവത്തിന്റെ തലേ ദിവസം കണ്ണിയാർ കളി നടക്കാറുണ്ട്. ഈ പ്രദേശം പണ്ടുകാലത്തെ കൊങ്ങനാടിന്റെ നിരന്തരമായ ആക്രമണ ഭീഷണിയിലായിരുന്നു. കണ്ണിയാർ കളിയുടെ ഉത്ഭവം ഈ പ്രദേശത്ത് അന്ന് പരിശീലിച്ചിരുന്ന ആയോധന കലകളിൽ നിന്നാണ്. ആയോധന കലകളുടെ പരിശീലനത്തിന് വീര്യം കൂട്ടുവാനും നിറം പകരുവാനും നൃത്തവും ഹാസ്യവും പരിശീലനത്തിൽ ഇടകലർത്തിയിരുന്നു. കളരിപ്പയറ്റിന്റെ ചടുല നീക്കങ്ങളും നാടോടി നൃത്തങ്ങളുടെ താളാത്മകതയും ഈ കലാരൂപത്തിൽ ഒത്തുചേരുന്നു. ദാരികനെ വധിച്ച് ഭഗവതി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന സമയത്താണ് ഈ കളി ഇവിടെ നടക്കുന്നത്. ഈ കളി നടത്തുന്നത് തന്നെ ഭഗവതിയുടെ പ്രീതിക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭഗവതി ക്ഷേത്രങ്ങൾ മാത്രമേ ഈ കല നടത്തി വരാറുള്ളൂ. അതിൽ കൂടുതലും ആലത്തൂർ താലൂക്കിലാണ് ഈ ഭഗവതി ക്ഷേത്രങ്ങൾ കാണുന്നത്. കർണകി എന്ന പേരിലാണ് ഭഗവതി ഇവിടെ എത്തിയിരിക്കുന്നത്. അത് കണ്ണഴകി, കർണകി, ഓരോ ദേശങ്ങളും എത്തുമ്പോഴും ഓരോ ഭഗവതിക്ക് ഇവിടെ മന്നത്ത് ഭഗവതി ക്ഷേത്രം, അത്തിപ്പറ്റ മാങ്കോട്ട് ഭഗവതി ക്ഷേത്രം, മേലാർക്കോട് താഴെക്കോട്ട് ക്ഷേത്രം, അയിരൂർ, അങ്ങനെ ഓരോ ഭഗവതിക്കും ഓരോ പേര് അവിടെ അതാത് ദേശങ്ങളിലെ ചടങ്ങിനനുസരിച്ച് അവിടെ പേരിട്ടിരുന്നു. காட்டு வட
ദിവസങ്ങളിലാണ് ക്ഷേത്രങ്ങളിലും തറകളിലും കണ്ണിയാർ കളി നടത്തുന്നത്. നൃത്തത്തിന് അകമ്പടിയായി നാടോടിപ്പാട്ടുകളും വാദ്യോപകരണങ്ങളും ഉണ്ടാവും. പുള്ളോട്, കിഴക്കഞ്ചേരി, വടക്കഞ്ചേരി, കൊന്നഞ്ചേരി, ആയക്കാട്, മംഗലം, കുഴൽമന്ദം, പെരുവെമ്പ്, ചിറ്റിലഞ്ചേരി, മേലാർക്കോട്, എത്തന്നൂർ, കുത്തന്നൂർ, ആലത്തൂർ, നെന്മാറ, പുതുക്കോട്, ഋഷിനാരദമംഗലം, പുതിയങ്കം, കാട്ടിരി, കാവശ്ശേരി, കുനിശ്ശേരി, പ്ലാവൂർ, മഞ്ഞളൂർ, മുരിങ്ങമല, കൊടുവായൂർ, കരിപ്പോട്, മാത്തൂർ, കൊല്ലങ്ങോട്, എലവഞ്ചേരി, വട്ടേക്കാട്, അയിലൂർ, തിരുവാഴിയാട്, ചിറ്റൂർ, വടവന്നൂർ, തത്തമംഗലം, പല്ലശ്ശന, മുടുപ്പല്ലൂർ എന്നീ ഗ്രാമങ്ങളിലാണ് എല്ലാ കൊല്ലവും മുടങ്ങാതെ കളി നടത്തി വരാറുള്ളത്. ചില സ്ഥലങ്ങളിൽ കണ്ണിയാർ കളി എന്ന പേരിലല്ല, കളിയിലെ പ്രസിദ്ധ പൊറാട്ടുവേഷങ്ങളുടെ പേരിലായിരിക്കും കളി നടക്കുന്നത്. പാലക്കാടൻ ഗ്രാമങ്ങളിൽ മീനമ്മേടം മാസങ്ങളിൽ പുതിയ കൃഷി ഇറക്കുന്നതിന് മുൻപ് ജനങ്ങൾ വിശ്രമിക്കുന്ന കാലത്താണ് ഈ കല അവതരിപ്പിക്കപ്പെടുന്നത്.
ഐശ്വര്യം നിറഞ്ഞ ഒരു വർഷത്തേക്കുള്ള തങ്ങളുടെ പ്രാർത്ഥനയാണ് ഇതിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതിന് തെളിവായി കളി അവസാനിക്കുന്ന സമയത്ത് പൂവാരൽ എന്ന ചടങ്ങും നടത്തിവരുന്നു. ഈ ചടങ്ങിൽ ദേവിയെ വന്ദിക്കാനായി ഉപയോഗിക്കുന്ന അരിയും പൂവും ഭസ്മവും ഒരു വർഷക്കാലം ഈ ദേശക്കാർ സൂക്ഷിക്കുന്നു. അവതരണത്തിന് മുൻപേ ദേശക്കാരെല്ലാം കൂടി തീരുമാനിച്ച് പരിശീലനം തുടങ്ങുന്നതിനുള്ള ദിവസം നിശ്ചയിക്കുന്നു. അഭ്യസിപ്പിക്കുന്നത് നാട്ടുവനാണ്. ഭാഷാശുദ്ധി, മെയ്വഴക്കം എന്നിവ ഈ കലാരൂപത്തിന് നിർബന്ധമാണ്. പരിശീലനം ആരംഭിക്കുന്ന ഈ ചടങ്ങാണ് കളിക്കുമ്പിടൽ. ഇടക്കളിയായും ഇതിനെ കരുതുന്നു. വേണ്ടത്ര പരിശീലനം നേടിയെന്നുറപ്പായാൽ പിന്നെ വേദി നിശ്ചയിക്കലായി. ഒരു കണ്ണിയാർ കളി സംഘത്തിൽ 6 മുതൽ 20 വരെ കലാകാരന്മാരുണ്ടാകും. രാത്രിയിലാണ് ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. കേളികൊട്ട് കഴിഞ്ഞാൽ താളവട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന അരങ്ങത്ത് പ്രവേശിക്കൽ നടക്കുന്നു. വായ്ത്താരി ചൊല്ലിക്കൊണ്ട് ആശാൻ മുന്നിലും പിറകെ ശിഷ്യന്മാരുമായാണ് പ്രവേശിക്കുന്നത്. പീഠവും വാളും എടുത്താണ് അരങ്ങത്ത് പ്രവേശിക്കുന്നത്. അടുത്ത ചടങ്ങ് നമസ്കാരമാണ്. ഭൂമിയെയും വാദ്യങ്ങളെയും ദീപത്തെയും ശേഷം ആശാനെയും പ്രണമിക്കുന്നതോടെ 1-ാം ഘട്ടം അവസാനിക്കുന്നു. ശേഷം ശിവപാർവതി സ്തുതിയും മറ്റു ചില ദേവീ സ്തുതികളും ചെയ്ത് ഗുരുവായൂരപ്പന്റെ കുമ്മിയടിയും കഴിഞ്ഞാലാണ് ആണ്ടിക്കൂത്ത് സമാപിക്കുന്നത്. വേദാന്തത്തിലും ആത്മീയതയിലും ഊന്നിയുള്ള വള്ളോൻ പാട്ടുകളാണ് 2-ാം ദിവസം പ്രധാനം. ത്രിമൂർത്തികളെ 3 വള്ളികളായും പുരുഷാർത്ഥങ്ങളെ 4 വള്ളികളായും സൂചിപ്പിക്കുന്നു. പ്രധാനമായും 7 പേരായാണ് അവതരിപ്പിക്കുന്നത്. തിരുവള്ളുവർ, അവിട്ടുവൻ, പൂലുവൻ, പാക്കനാർ, പറയനാർ, കവറൈ, ചക്കിലിയൻ എന്നിങ്ങനെ. അവസാന ദിവസമാണ് മലമക്കളി. ഈ ദിവസം കളിയിൽ ദേവസ്തുതികൾ പ്രധാനമാണ്. വെളിച്ചപ്പാടുകൾ ഈ ദിവസം അരങ്ങത്ത് വരുന്നു. സ്ത്രീവേഷങ്ങളെയും ഈ ദിവസം അരങ്ങത്ത് കാണാം. കണ്ണിയാർ കളിയിലെ അവസാന ചടങ്ങായ പൂവാരലിൽ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന പുഷ്പങ്ങളെല്ലാം പറിച്ചെടുത്ത് സ്തുതിച്ച് പീഠത്തിൽ വെച്ച പാട്ടും കൊട്ടിലിൽ പീഠത്തെ കുടിയിരുത്തി കളിയരങ്ങ് അവസാനിക്കുന്നു. കാലത്തിനൊത്ത നൃത്തവും അഷ്ടകലാശവും എടുത്ത വേഷക്കാരും വാദ്യക്കാരും ക്ഷീണിക്കുമ്പോൾ വിരസത ഒഴിവാക്കാനായി പുറാട്ടുകൾ രംഗത്ത് വരുന്നു. കൂട്ടുപുറാട്ടുകളായും ഒറ്റപ്പുറാട്ടുകളായും ചുറ്റപ്പെടുത്തിയ അവതരണം ഇവർ നടത്തുന്നു. ഗ്രാമീണ കാഴ്ചകൾ തേടിയുള്ള നാട്ടരങ്ങിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്.
അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു കലാരൂപവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.